തുലയട്ടെ. അഴിമതിയുടെ പീരൻ മുഖ്യമന്ത്രിയാണോ അതിന് വേണ്ടി തട്ടിപ്പ് നടത്തുന്ന മുഖ്യമന്ത്രി, അതിന് ഓശാന പിടിക്കുന്ന പോലീസുകാർ ഈ നാട് മുടിപ്പിക്കും. അവസാന ശ്വാസം വരെ പിണറായിയുടെ വൃത്തികേടിനെതിരെ പോരാടും. താങ്കൾക്കെതിരെ നിരവധി കേസുകളുണ്ടല്ലോ. എല്ലാം കള്ളക്കേസ്. ഒരു കേസിൽ തന്നെ ജയിലിൽ അടച്ചിട്ടില്ല. വീണ്ടും ഷർട്ടിടാൻ അവസരം കിട്ടിയില്ല. മർദ്ദിച്ചോ? പോലീസ് മർദ്ദിച്ചില്ല, പിടിച്ചോണ്ട് പോന്നു. പ്രായമായ അപ്പന്റെ അമ്മയുടെ മുമ്പിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചപ്പോ എന്നെ പിടിച്ചോണ്ട് പോന്നു. അനുവദിക്കുന്നില്ലേ? അവരെന്നെ പിടിച്ചോണ്ട് പോന്നു. വരൂ, എന്നെ ആരെ വിളിക്കാൻ പോലും സമ്മതിച്ചില്ല. അപ്പൊ വീണ്ടും ജനാധിപത്യം സംരക്ഷിക്കാൻ ഞാൻ ജയിലിലേക്ക് പോകുന്നു. സിന്ദാബാദ് പിണറായി സന്ദ്രകട്ടെ. അപ്പോ നമ്മുടെ സാജൻ സ്കറിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറുനാടന്റെ എഡിറ്ററായ സാജൻ സ്കറിയെ. അപ്പൊ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, ഇതിനകത്തൊരു യുവതി കൊടുത്ത പരാതിയുടെ മേലിലാണ് ഈ ഒരു അറസ്റ്റ്. ഖാന വിജയൻ എന്ന് പറയുന്ന മാഹി സ്വദേശിനി, അവൾ കൊടുത്ത പരാതിയാണ്. പരാതി മറ്റൊന്നും പറയാതെ ഡിസംബറിൽ എന്തോ ഈ മറുനാടൻ ഇട്ട ഒരു വീഡിയോ അവരെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ഇട്ടു എന്നാ പറയുന്നത്. അതായത് അവള് ഹണി ട്രാപ്പുകാരിയാണ്, പിന്നീട് അങ്ങനെ എന്തോ പിന്നീട് എന്താണ് കുറെ തട്ടിപ്പ് കേസ് മറ്റതുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ സാജൻ സ്കറിയ വീഡിയോ ഇട്ടു. എനിക്ക് എന്റെ കുടുംബത്തിനും അത് വളരെ ദുഃഖമുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുകയും പാതിരാത്രി വന്ന് ഈ പുള്ളിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്നുള്ളതാണ്. ആ വീഡിയോ ഏതെന്ന് അറിയത്തില്ല. ഈ ഖാന വിജയൻ എന്നാണ് ഞാൻ തപ്പി നോക്കി. പക്ഷെ മറുനാട്ടിലൊന്നും ആ വീഡിയോ ഇപ്പൊ കാണുന്നില്ല. ചിലപ്പോൾ ഡിലീറ്റ് ചെയ്തായിരിക്കും. ഞാൻ തപ്പിയിട്ട് കണ്ടില്ല. ഞാൻ കുറെ സെർച്ച് ചെയ്ത് നോക്കി. ഈ കക്ഷി ആരെന്ന് അറിയത്തില്ല. എന്തായാലും അറിയാന്നുള്ളവര് കമന്റ് ചെയ്യുക. എന്തായാലും ആ കക്ഷി എനിക്ക് അറിയത്തില്ല. അപ്പോ എന്തോ ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, ഖാന വിജയൻ ഈ പുള്ളി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, പുള്ളി പറഞ്ഞത് സത്യമാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഈ അറസ്റ്റ്, ഈ പറഞ്ഞ ഈ കഞ്ചാവും മറ്റേ MDMA ഒക്കെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നവനെ, പീഡന കേസിലുള്ളവരെ തന്നെ വളരെ സഭ്യതയോടുകൂടി കൂടി അറസ്റ്റ് വേണ്ടി പോകുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇത് വളരെ മോശമായിട്ട് എനിക്ക് തോന്നി. കാരണം ഒരു ഷർട്ട് പോലും ഇടാൻ സമ്മതിക്കാതെ എന്തോ ഒരു രാജദ്രോഹിയെ പോലെ ഈ പുള്ളിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് അത്ര നല്ലൊരു കേസായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ പുള്ളി പറഞ്ഞിട്ടുള്ളത് ഇനി സത്യമാണോ, ആ പുള്ളി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊന്നും അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല. അതിന് ഡീറ്റെയിൽ പറ്റും. പുള്ളി കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ അത് വേറൊരു കേസ്. പക്ഷെ ഇവിടെ ഒരു വ്യക്തി വൈരാഗ്യം തീർക്കും പോലെ ഈ പുള്ളിയെ ഇങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്, നമ്മളിപ്പോ ഇതിൽ പ്രതികരിച്ച് നാളെ നമുക്കും ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും അവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രതികരിക്കുന്നത്. ഇനി ഇതിനകത്ത് അവരെ ഈ ഷർട്ട് ഇടാൻ അനുവദിക്കാത്തതാണോ അതോ ഈ പുള്ളി ഷർട്ട് ഇടാത്തതാണോ എന്നുള്ളത് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്. കാരണം ഇതിനകത്ത് അവർ ഷർട്ട് ഇടാൻ അനുവദിച്ചില്ല എന്ന് ചോദിച്ചപ്പോ പുള്ളി അതിനെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അത് നമുക്ക് ഒന്നും കൂടി വേണമെങ്കിൽ അത് കേൾക്കാം. പിണറായി തുലയട്ടെ. അഴിമതിയുടെ പീരൻ മുഖ്യമന്ത്രിയാണോ അതിന് വേണ്ടി തട്ടിപ്പ് നടത്തുന്ന മുഖ്യമന്ത്രി, അതിന് ഓശാന പിടിക്കുന്ന പോലീസുകാർ ഈ നാട് മുടിപ്പിക്കും. അവസാന ശ്വാസം വരെ പിണറായിയുടെ വൃത്തികേടിനെതിരെ പോരാടും. താങ്കൾക്കെതിരെ നിരവധി കേസുകളുണ്ടല്ലോ. എല്ലാം കള്ളക്കേസ്. ഒരു കേസിൽ തന്നെ ജയിലിൽ അടച്ചിട്ടില്ല. വീണ്ടും ഷർട്ടിടാൻ അവസരം കിട്ടിയില്ല. മർദ്ദിച്ചോ? പോലീസ് മർദ്ദിച്ചില്ല, പിടിച്ചോണ്ട് പോന്നു. പ്രായമായ അപ്പന്റെ അമ്മയുടെ മുമ്പിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചപ്പോ എന്നെ പിടിച്ചോണ്ട് പോന്നു. അനുവദിക്കുന്നില്ലേ? അവരെന്നെ പിടിച്ചോണ്ട് പോന്നു. വരൂ, എന്നെ ആരെ വിളിക്കാൻ പോലും സമ്മതിച്ചില്ല. അപ്പൊ വീണ്ടും ജനാധിപത്യം സംരക്ഷിക്കാൻ ഞാൻ ജയിലിലേക്ക് പോകുന്നു. സിന്ദാബാദ് പിണറായി തുലയട്ടെ എന്നാണ് പുള്ളി പറയുന്നത്. അതിനകത്ത് ഒരു പത്രപ്രവർത്തനം എടുത്ത് ചോദിക്കുന്നുണ്ട്, ഷർട്ട് ഇടാൻ അനുവദിച്ചില്ലെന്ന് ചോദിച്ചാൽ പുള്ളി അതിന്റെ മറുപടി വന്നു, അവരെന്നെ പിടിച്ചുകൊണ്ട് പോയി എന്നുള്ളതാണ്. ഇനി ഈ പുള്ളി മനഃപൂർവ്വം ഷർട്ട് ഇടാതെ ഇതൊരു വാർത്തയാവട്ടെ എന്ന് കരുതി പുള്ളി വന്നതാണെന്ന് എനിക്ക് അറിയത്തില്ല. അതല്ല, പുള്ളിയെ ഷർട്ട് ഇടാൻ അനുവദിക്കാതെയാണ് കൊണ്ടുവന്നിട്ടുള്ളതെങ്കിൽ ഒരു തെണ്ടിത്തനമാണ് എന്നുള്ളതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. കാരണം അയാൾ ഒരു രാജ്യദ്രോഹ കുറ്റങ്ങളൊന്നും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഇന്ന് നമുക്കറിയാലോ, ഈ പിണറായിയും ഈ സാജനുമായിട്ടുള്ള പിന്നെ കാലങ്ങളായിട്ടുള്ള ഒരു കുടിപ്പൊക്കെ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയ സാജൻ ഒരു 3-4 മാസം മുമ്പ് സാജൻ എതിരെ കേസ് കൊടുക്കുകയും പുള്ളി കുറെ കാലം ഒളിവിലാവുകയും അവിടെ നിന്ന് പുള്ളിയെ അറസ്റ്റ് ചെയ്ത് പിന്നെ വെളിയിറക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പം പാതിരാത്രി ആയതുകൊണ്ട് തന്നെ കോടതിയിൽ പോകാനോ ജാമ്യം എടുക്കാനോ ഒരു നിർവാഹവുമില്ല. 9 മണിക്ക് ശേഷം വന്നത് വളരെ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ദിവസമെങ്കിലും എന്ത് ചെയ്യണം, ഈ ജയിലിൽ കിടത്തണം എന്നുള്ള ഒരു അജണ്ടയോട് കൂടിയാണ് പുള്ളിയുടെ അറസ്റ്റ് എന്ന് വളരെ വ്യക്തമാണ്. മനസ്സിലായോ? അതുപോലെ ഇത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് എന്നാണ് അറിയാൻ സാധിക്കുക. അങ്ങനെയാണെങ്കിൽ നാളെയും പുറത്തിറക്കാൻ പറ്റില്ല, ജാമ്യം കിട്ടത്തില്ലല്ലോ. അപ്പൊ എന്നാലും പുള്ളിയുടെ വക്കീലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിനെക്കുറിച്ച് വന്ന വാർത്ത നമുക്കൊന്ന് കേൾക്കാം. ജിന, മാഹി സ്വദേശിനിയായിട്ടുള്ള ഖാന വിജയൻ എന്ന സ്ത്രീയുടെ പരാതിയിലാണ്
മറുനാടൻ മലയാളി യൂട്യൂബ് ചാനൽ ഉടമ ഷാജൻ സ്കറിയെ തിരുവനന്തപുരം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ അയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം കുടപ്പനക്കുന്നിലെ വീട്ടിൽ നിന്നാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഈ തനിക്കെതിരെ അപകീർത്തികരമായിട്ടുള്ള വാർത്തകൾ നൽകുന്നു, വ്യാജമായിട്ടുള്ള വാർത്തകൾ നൽകുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ വൈദ്യപരിശോധനയ്ക്കടക്കം കൊണ്ടുപോകും. ഒരുപക്ഷെ ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കാനുള്ള സാധ്യതയാണ് മുന്നിൽ തെളിയുന്നത്. വ്യാജമായിട്ടുള്ള വാർത്ത നൽകി എന്നുള്ള പരാതിയിലാണ്, എന്ന ഗാന വിജയന്റെ പരാതിയിലാണ് നിലവിൽ ഷാജൻ സ്കറിയെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്ത് വരുന്നത്. ഷാജൻ സ്കറിയുടെ അഭിഭാഷകനടക്കം ഇപ്പോൾ വന്നിട്ടുണ്ട്. എനിക്ക് പിന്നിലായി കാണുന്ന ഈ സ്ഥലത്ത് ഇവിടെ ഉള്ള സൈബർ പോലീസിന്റെ ഓഫീസിൽ വെച്ചാണ് ഈ ചോദ്യം ചെയ്യൽ തുടങ്ങുന്നത്. എന്ത് അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത നൽകി എന്നുള്ള കാര്യമൊക്കെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇതിന്റെ തെളിവായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ കയ്യിലുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് ചോദിച്ച് വരുന്നുണ്ട്. ഈ ഹണി ട്രാപ്പ് അടക്കം നടത്തി തുടങ്ങിയ തട്ടിപ്പുകൾ നടത്തി എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് ഗാന വിജയനെതിരെ മറുനാടൻ മലയാളി ഹണി ട്രാപ്പ് നടത്തി, മറ്റെന്തോ തട്ടിപ്പുകൾ നടത്തി എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് ഈ പറയുന്ന ഈ ഖാന വിജയൻ എന്ന് പറയുന്ന യുവതിക്കെതിരായിട്ട് ഈ മറുനാടൻ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഡിസംബർ മാസം 1-2 വീഡിയോ പുള്ളിക്കെതിരായിട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അത് എനിക്ക് അങ്ങോട്ട് നമ്മുടെ കുടുംബത്തിന് വളരെ തീരാ ദുഃഖം ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് കേസ് വിലക്കും. ഇതൊരു വ്യാജ പരാതിയാണെങ്കിൽ ഒരു പെൺകൊച്ചിനെ കുറിച്ച് അവൾ ഹണി ട്രാപ്പുകാരിയാണ് അല്ലെങ്കിൽ അവൾ വ്യഭിചാരം ചെയ്താണ് ജീവിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് നമുക്ക് പ്രൂഫില്ലാതെ നമുക്ക് ഇതൊന്നും പറയാൻ പാടില്ല. പ്രൂഫില്ലാതെ ഒരു പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറ്റകരം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ജയിലിൽ കിടക്കേണ്ടതായിട്ട് വരും എന്നുള്ളത്. അപ്പൊ എനിക്ക് പറയാനുള്ളത് എത്രയേ ഉള്ളൂ, എന്ത് കുറ്റവും ആയിക്കോട്ടെ, ഇതിനെക്കാട്ടി ഈ പറയുന്ന കഞ്ചാവും മയക്കുമരുന്നുകളും MDMA ഒക്കെ അടിച്ചവനൊക്കെ വളരെ ഈസി ആയിട്ട് കൂളായിട്ട് ചിരിച്ചു കൊണ്ടുപോകുന്നവനെയൊക്കെ ആനയിച്ചു കൊണ്ടുപോകുന്നവനെ നമുക്കറിയാലോ. ഈ പറയുന്ന 3-4 കൊല നടത്തിയവനെ വരെ കൊണ്ടുപോയി വളരെ സഭ്യതയോടുകൂടി കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തവനൊക്കെ ബിരിയാണിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് പറഞ്ഞ് തലയോടിയൊക്കെ വിടുന്ന നമ്മുടെ പോലീസുകാരെ കണ്ടു. പക്ഷെ ഇത് ഏതൊരു പൗരന്റെ അവർക്കൊരു മൗലിക അവകാശം ഉണ്ടല്ലോ, ആ അവകാശമെല്ലാം അതിന്റെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു ഷർട്ട് ഇടാൻ പോലും സമ്മതിച്ചില്ല എന്നാണ് ഷാജൻ സ്കറിയ പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതും വളരെ ഒരു എന്താ പറയുന്നത് വളരെ പിന്നെ നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു പ്രവൃത്തിയായി പോയി എന്നുള്ളതാണ്. അതോ ഈ പുള്ളി മനഃപൂർവ്വം എന്നെ ഇങ്ങനെ ഷർട്ടില്ലാതെ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു ജനരോഷമാകും, അല്ലെ എല്ലാവർക്കും ആ ഒരു വിദ്വേഷം ഈ മന്ത്രിക്കെതിരെ അതായത് പിണറായിക്കെതിരായിട്ട് സംഭവിക്കും എന്നറിഞ്ഞ് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ടാണോ ഇത് ചെയ്തതെന്നും അറിയത്തില്ല. അതിന്റെയൊക്കെ സത്യാവസ്ഥ ഇനി പുറത്തു വരാണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഖാന വിജയൻ ആരാണ്, എന്താണ്, അതിനെക്കുറിച്ച് ഷാജൻ സ്കറിയ എന്താണ് പറഞ്ഞതിന് ഉടനെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതിന്റെയൊക്കെ വാർത്തകൾ വരുമ്പോൾ എന്താണ് ഇവിടെ ആക്ച്വൽ സംഭവം, എന്തുകൊണ്ടാണ് ഈ ഖാന വിജയനെതിരായിട്ട് മറുനാടൻ അങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ള കാരണം എന്താണ്? ഈ ഖാന വിജയൻ ഡയറക്റ്റ് ഈ പറയുന്ന മുഖ്യമന്ത്രിക്കാണ് കൊണ്ട് പരാതി കൊടുക്കുന്നത്. കാരണം കൃത്യമായിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്ത് ഒരു ദിവസം എന്ത് ചെയ്യണം, ലോക്കപ്പിനകത്ത് കിടക്കണം. എന്തായാലും ഷർട്ടില്ലാതെയാണ് പുള്ളി പോയിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തും. അതുപോലെ ഈ ഖാന വിജയൻ ആരാണെന്ന് അറിയാമെന്നുള്ളവർ കമന്റും ചെയ്യാം. നമുക്ക് വേണ്ടി കാണാം. ജയ് ഹിന്ദ്.